നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ടാ പറഞ്ഞേ, സേതുവിനൊന്ന് വിളിച്ച് സംസാരിക്കേ. ഞാൻ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. വെളിച്ചിട്ട് മുമ്പ് നാളെ ഇങ്ങോട്ട് വരാൻ പറയാം. അല്ല വേണ്ട, ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഓണെന്തി ഇവിടെ ഇപ്പൊ എല്ലാത്തിന്റെയും തുടക്കം എന്നിൽ നിന്നാണല്ലോ അങ്കിളെ. ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ. ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വേണം ചിന്തിക്കാനായിട്ട്. ഇപ്പൊ തന്നെ സൂര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോയി. ഇതിന്റെയൊക്കെ വല്ല കാര്യമുള്ളതായിരുന്നോ? അവനിപ്പോഴും നിന്റെ ആന്റിയെ തന്നെയാ സംശയം. അങ്കിൾ, ആന്റി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അച്ഛൻ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാവും ആന്റിയുടെ ഫോൺ എടുത്ത് അനിരുദ്ധനെ വിളിച്ചത്. അതൊക്കെ തന്നെ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഭാവനയെ കൊല്ലാൻ ശ്രമിച്ച ഒരാളായിട്ട് ചങ്ങാത്തം കൂടുക, ബിസിനസ് ചെയ്യുക, ഫോൺ ചെയ്യുക, ഇതൊക്കെ ആരെങ്കിലും ചെയ്യണ കാര്യങ്ങളാ? അങ്കിളെ, ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛനമ്മമാരാണെന്ന് പറഞ്ഞു എത്രയെന്ന് വെച്ചാ സഹിക്കുന്നേ. അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് പോലും എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല ചിന്തയൊന്നും ആവില്ല. സൗകര്യം പോലെ മോള് തന്നെ അവരോടൊന്ന് സംസാരിക്കേ. പിന്നെയും ഒരു പ്രശ്നം വന്ന സഹായത്തിന് ഒരാളും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. അങ്കിളെ, അങ്ങനെ പറഞ്ഞാലൊന്നും അച്ഛനും അമ്മയും കണക്കിലെടുക്കില്ല. അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അവസാനം എല്ലാരും കൂടി എന്റെ കൺമുന്നെ വെച്ച് അച്ഛനും അമ്മയും എവിടെ നാടിച്ചെറുക്കുന്ന ഞാൻ കാണേണ്ടി വരും. ഈ ജയയുടെ ഒറ്റ ധൈര്യത്തില അവരോട് നിൽക്കുന്നേ. അതും മോളെ നോക്കാനായിട്ട് ആള് വേണമെന്നുള്ള കാരണത്താല്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മോൾക്ക് പോലും അറിയില്ലല്ലോ. അച്ഛന്റെ അമ്മയുടെ ആന്റിയുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെങ്കിലേ അവരിവിടെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ആന്റിക്കില്ല. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാ. ഇപ്പൊ ഭാവനയെ കിഡ്നാപ്പ് ചെയ്തവരുമായിട്ട് അച്ഛന് ബന്ധമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്കിളെ.